കള്ളക്കടലിനെ കുറിച്ച് കഴിഞ്ഞ കുറച്ച് കാലമായി നമ്മൾ പറയുന്നു. പല പ്രേക്ഷകരും ചോദിക്കുന്നു, എന്താണ് ഈ കള്ളക്കടൽ? ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറൻ തീരത്ത് ഉയർന്ന തിരമാലകൾ ഉണ്ടാകുന്നത് മൂലം വെള്ളപ്പൊക്കത്തിന് കാരണമാകുന്ന ഒരു പ്രതിഭാസമാണ് ഈ കള്ളക്കടൽ. ഏപ്രിൽ മുതൽ മെയ് വരെ മഴക്കാലത്തിന് മുമ്പുള്ള സമയങ്ങളിലാണ് കള്ളക്കടൽ പ്രതിഭാസം വളരെ കൂടുതലായിട്ട് കാണുക. കള്ളക്കടൽ സമയങ്ങളിൽ മഴയോ കാറ്റോ ഇല്ലാതെ തന്നെ തിര ഉയർന്നു പൊങ്ങും. വലിയ ഉയരത്തിലേക്ക് തിരമാലകൾ ഉയരും. അപ്രതീക്ഷിതമായി അടിച്ചു കയറി തീരത്തെ കവർന്നെടുക്കുന്നതുകൊണ്ടാണ് ഈ പ്രതിഭാസത്തെ നമ്മളെപ്പോഴും കള്ളക്കടൽ എന്ന് വിളിക്കാൻ താല്പര്യം കാണിക്കുന്നത്. യുനെസ്കോ ഔദ്യോഗികമായി അംഗീകരിച്ച പദമാണ് കള്ളക്കടൽ. ഇനി നമ്മൾ ആലപ്പുഴയിലേക്കാണ്. കള്ളക്കടൽ എന്താണെന്ന് മനസ്സിലായി സ്ഥിതിക്ക് മനീഷ് മഹിപാൽ നമുക്കൊപ്പം ചേരുകയാണ്. കള്ളക്കടൽ പ്രതിഭാസത്തിൻ്റെ ഭാഗമായി ആലപ്പുഴ ജില്ലയിൽ ജാഗ്രതാ നിർദ്ദേശവും നിരോധനവും ഏർപ്പെടുത്തി കഴിഞ്ഞു. നാളെ രാത്രി 11:30 മണി വരെ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന കുറിപ്പിലുണ്ട്. ഇന്നലെ രാത്രി 10 മണി മുതൽ ബീച്ചുകളിലേക്കുള്ള പ്രവേശനവും പൂർണ്ണമായി നിരോധിച്ചു കഴിഞ്ഞു. ആലപ്പുഴയിൽ നിന്ന് മനീഷ് മഹിപാൽ തത്സമയം ചേരുന്നു മോർണിംഗ് ഷോയിൽ. ഗുഡ് മോർണിംഗ് മനീഷ് മഹിപാൽ, പറയൂ വിശദാംശങ്ങൾ ആലപ്പുഴയിൽ നിന്ന്. ഗുഡ് മോർണിംഗ് എസ് കെ. കഴിഞ്ഞ തവണ പ്രതിഭാസമുണ്ടായ, അതായത് ഈ കള്ളക്കടൽ പ്രതിഭാസമുണ്ടായ കേരളത്തിലെ ഏക സ്ഥലമാണ് ആലപ്പുഴ. ആലപ്പുഴയിൽ ആദ്യം ഈ കള്ളക്കടൽ ഉണ്ടാകുന്നതിന് മുൻപ് തീരം ഒരു 50 മീറ്റർ, തീരത്ത് നിന്നും കടൽ ഒരു 50 മീറ്ററോളം ഉൾവലിഞ്ഞിരുന്നു. ഞാൻ അതേ സ്ഥലത്ത് തന്നെയാണ് നിൽക്കുന്നത്, പുറക്കാടാണ്. 2 തവണ, ആദ്യം 50 മീറ്ററോളം കടൽ ഉൾവലിഞ്ഞു, പിന്നീട് 25 മീറ്റർ, പിന്നീട് 2 ആഴ്ചകൾക്ക് ശേഷം ഉൾവലിഞ്ഞു. അപ്പോഴൊക്കെ ഈ കള്ളക്കടൽ എന്ന പ്രതിഭാസം ഇവിടെ ഉണ്ടായി. എസ് കെ നേരത്തെ ശാസ്ത്രീയമായി എന്താണ് കള്ളക്കടൽ എന്ന് പറഞ്ഞു. പക്ഷേ ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളുടെ ഭാഷയിൽ കള്ളക്കടൽ അത്ര നിസ്സാരക്കാരനല്ല, ഒരു തമാശയായ സംഭവം എന്ന് നമുക്ക് ഈ പേര് കേൾക്കുമ്പോൾ തോന്നിയേക്കാമെങ്കിലും ഇവൻ ഈ കള്ളക്കടൽ നിലച്ചിരിക്കാത്ത സമയത്ത് അപ്രതീക്ഷിതമായെത്തുന്ന ചെറിയൊരു സുനാമിയാണെന്ന് ആണ് ഇവിടെയുള്ള ആളുകൾ പറയുന്നത്. കാരണം അവർ മത്സ്യബന്ധനത്തിന് പോകുന്ന സമയത്ത്, സുരക്ഷിതമായ അവരുടെ വീടുകളിൽ കഴിയുന്ന സമയത്തൊക്കെ തന്നെ സൈലൻ്റായി വരുന്ന ഈ ഒരു കടൽ വലിയ അപകടകാരിയാണ്. കഴിഞ്ഞ തവണ ഈ കള്ളക്കടൽ വന്നതോടുകൂടി പല വീടുകളിലും വെള്ളം കയറി. ആറാട്ടുപുഴ, വലിയഴിക്കൽ പ്രദേശങ്ങളിലെ 100-150 ആളുകൾക്ക് വീട് വിട്ട് പോകേണ്ടി വന്നു. ഈ പുറക്കാട് തന്നെ തോട്ടപ്പള്ളിയിലുള്ള പല ആളുകൾക്കും അവരുടെ മത്സ്യബന്ധന ഉപകരണങ്ങൾ നഷ്ടപ്പെടുകയും അത് നശിച്ചു പോകുന്ന സാഹചര്യമുണ്ടായി. അങ്ങനത്തെ ഒരു പ്രതിഭാസമാണ് ഈ കള്ളക്കടൽ. എന്താണെങ്കിലും ഇന്നലെ രാത്രി മുതൽ വലിയ നിരോധനമുണ്ട്. ഇന്ന് പുലർച്ചെ 2:30 മുതൽ നാളെ രാത്രി 11:30 വരെയാണ് നിരോധനവും നിയന്ത്രണവും ആലപ്പുഴയിലെ തീരദേശ മേഖലയിലുള്ളത്. കേരളത്തിൽ തന്നെ ഏറ്റവും ദൈർഘ്യമേറിയ തീരദേശ മേഖലയുള്ള പ്രദേശമാണ് ആലപ്പുഴ. അങ്ങ് അരൂർ മുതൽ വലിയഴിക്കൽ വരെയുള്ള പ്രദേശമുണ്ട്. എന്താണെങ്കിലും മത്സ്യത്തൊഴിലാളികൾക്ക് ഇന്ന് അവർ കടലിൽ പോകാതെ നിൽക്കുന്ന ദിവസമാണ്. കള്ളക്കടലിനെ കരുതി അതിൻ്റെ കണക്കുകൂട്ടൽ തെറ്റിച്ച് കള്ളക്കടൽ എത്തുമെന്ന് പ്രതീക്ഷിച്ച് തന്നെയാണ് നിൽക്കുന്നത്. കള്ളക്കടലിനെ പ്രതീക്ഷിച്ചാണോ നിൽക്കുന്നത്? ചേട്ടാ പറയേ, കള്ളക്കടലിനെ പ്രതീക്ഷിച്ചാണോ നിൽക്കുന്നത്? അത് പേടിച്ചാ കള്ളക്കടലിൽ പോകാൻ. സാധാരണ ഈ കള്ളക്കടൽ വരുമ്പോൾ എങ്ങനെയാണ് ആൾക്കാർക്ക് പണിയൊന്നും ഇല്ലാതിരിക്കുന്നത്, തൊഴിലാളികളായാലും അതിനനുസരിച്ച തൊഴിലാളികൾ പണിയില്ലാതിരിക്കുന്നു. അങ്ങനെ ആകുമ്പോൾ പിന്നെ ജീവിതത്തിനാകെ ബുദ്ധിമുട്ടല്ലേ. അങ്ങനെയാണ് കാര്യങ്ങൾ. ഇതിനു മുൻപ് കള്ളക്കടൽ സ്ഥിരം വരാറുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു, കടൽ വരും. സുനാമിക്ക് മുന്നേ ഈ കള്ളക്കടൽ ഉണ്ടായിരുന്നു. ചെറുളെ അടിഞ്ഞ് നിന്നാകും, വെള്ളം വലിച്ച് പടിഞ്ഞിട്ട് കൊണ്ടുപോകും. എന്തുണ്ടെങ്കിലും എസ് കെ, ഇന്ന് പുലർച്ചെ 2:30 മുതലാണ് കള്ളക്കടൽ പ്രതിഭാസത്തിൻ്റെ മുന്നറിയിപ്പ് വന്നിട്ടുണ്ടെങ്കിലും ഇതുവരെയും എവിടെയും കള്ളക്കടൽ ആലപ്പുഴ ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഉച്ചയ്ക്ക് ശേഷം വേലിയേറ്റ സമയത്താണ് കൂടുതലായി കടൽ തീരത്തേക്ക് വരിക, അതായത് കള്ളക്കടൽ പ്രതിഭാസം ഉണ്ടാകാനുള്ള സാധ്യതയുള്ളത്. കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ 2 തവണ ആലപ്പുഴ ജില്ലയിൽ ഈ കള്ളക്കടൽ പ്രതിഭാസം ഉണ്ടായതും ഉച്ചയ്ക്ക് ശേഷമാണ്. ഏകദേശം ഒരു 3 മണി 3:30 തന്നെ കടൽ തീരത്തേക്ക് ശക്തമായി വീശും, കടൽ പ്രക്ഷുബ്ധമാകും. അങ്ങനെ തീരശോഷണം ഉണ്ടാകും, തീരത്തുള്ള വീടുകളിലേക്ക് വെള്ളം കയറും, ഇവിടെയുള്ള മത്സ്യബന്ധന ഉപകരണങ്ങളൊക്കെ തന്നെ നശിച്ചു പോകും. അങ്ങനെ തീരദേശത്തെ ജനതയുടെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, അവരുടെ ജനജീവിതത്തെ വലിയ രീതിയിൽ ബാധിക്കുന്ന ഒരു വലിയ പ്രതിഭാസം അല്ലെങ്കിൽ പ്രശ്നമാണ് ഈ കള്ളക്കടൽ എന്നത്. എന്തായാലും ഇതുവരെയും എവിടെയും ജില്ലയിൽ കള്ളക്കടൽ പ്രതിഭാസം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എസ് കെ. ഓക്കെ, താങ്ക് യു മനീഷ് മഹിപാൽ.